ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്ക് ഇന്ന് ചിക്കനും ക്യാരറ്റും കൊണ്ടൊരു കിടിലൻ റൈസിന്റെ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റ് ആണ്, വേഗത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അധികം ചേരുവകളുടെ ആവശ്യമില്ല. ലഞ്ചിനും ഡിന്നറിനും ഒക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 30 മിനിറ്റ് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് പീസായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായിട്ടും കട്ട് ചെയ്തിടാം. വലിയ പീസാണ് എടുക്കുന്നതെങ്കിൽ അതിലൊന്ന് വരഞ്ഞു കൊടുക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ അകത്തോട്ടൊന്നും മസാല പിടിച്ചു വരില്ല. 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 6 വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മാത്രമേ എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ചേർത്ത അളവിൽ അധികം എരിവൊന്നും കാണില്ല, കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന എരിവേ കാണുള്ളൂ. 4 ഏലക്ക ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് 240 ml ആണ്. ആവശ്യത്തിന് ഉപ്പ്. ഇനി അടച്ചു വെച്ച് നമുക്ക് 25 മിനിറ്റ് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ചിക്കൻ ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കൻ്റെ സ്റ്റോക്കിലാണ് അരി വേവിച്ചെടുക്കുന്നത്. ചിക്കൻ സ്റ്റോക്ക് ഒന്ന് അളന്നെടുക്കണം. എന്നിട്ട് ബാക്കി ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്തതിന് ശേഷം അരി വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിലോട്ട് 1/4 കപ്പ് എണ്ണ ചൂടാക്കി എടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് 1/4 കപ്പ് വീതം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്തിട്ട് വറുത്തെടുക്കാം. കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക, അത് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മാത്രമല്ല, പിസ്ത ചേർക്കാം, ബദാം അരിഞ്ഞ് ചേർക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം കേട്ടോ. മുന്തിരിങ്ങ ഒന്ന് പൊങ്ങി വരുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാം. ഇനി ഈ എണ്ണയിലോട്ട് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നില്ല ചിക്കൻ, അതുകൂടി ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് വരും ചിക്കന്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ, കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ എണ്ണയിലോട്ട് തന്നെ ഞാൻ ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. 3 മീഡിയം സൈസ് ക്യാരറ്റ് നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാൻ നോക്കുക. ഇങ്ങനെ എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഗ്രേറ്ററിൻ്റെ നീളമുള്ള ബ്ലേഡ് ഇല്ലേ, അത് വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് കത്തി കൊണ്ട് നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ഏലക്ക ചേർത്തിരുന്നു, അത് കട്ടായിപ്പോയി. അപ്പോൾ എന്തായാലും ചേർക്കാം. കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അധികം വെന്തുടഞ്ഞു പോകരുത്. അപ്പോൾ ക്യാരറ്റ് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി ഈ പാത്രത്തിലോട്ട് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പിനേക്കാളും കുറച്ചും കൂടെ വെള്ളം വേണം. 1.25 കപ്പിനേക്കാളും കൂടി പോകരുത്. അപ്പോൾ ഒന്ന് സ്റ്റോക്ക് അളന്നെടുക്കുക, ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ 3 കപ്പിനേക്കാളും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ആവശ്യമുള്ള ഉപ്പിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് കൂടി നിൽക്കണം, എന്നാലേ അരി വെന്ത് വരുമ്പോഴേക്ക് അതിലും കൂടി ഉപ്പ് പിടിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഉപ്പ് കുറവ് പോലെ തോന്നും. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. 30 മിനിറ്റ് കുതിർത്ത അരി കഴുകിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് 30 മുതൽ 35 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. അടയ്ക്കുന്നതിന് മുന്നേ ഒരു തുണി ഇട്ട് കൊടുത്തതിന് ശേഷം അടപ്പ് വെച്ചിട്ട് അടയ്ക്കുക. തുണി ഇടുമ്പോൾ ശ്രദ്ധിക്കുക, തീയിലൊന്നും ആവരുത്, ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ. ഞാനിപ്പം തീ ഓഫ് ചെയ്തൊക്കെയാണ്. അപ്പോൾ അടച്ചതിന് ശേഷം നമുക്ക് തീ ഓൺ ചെയ്യാം. സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. 30 മുതൽ 35 മിനിറ്റ് വരെ എടുക്കും വെന്ത് കിട്ടാൻ. തീ കൂട്ടിയിടരുത്, അടിയിൽ പിടിക്കും. ഇപ്പം 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ്ടോ, നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങളൊന്ന് തുറന്ന് നോക്കുക, വെള്ളം വറ്റിപ്പോയോ എന്ന്. ചില ബ്രാൻഡ് അരിക്കൊക്കെ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം വരും. ഇപ്പം നിങ്ങൾ തുറന്ന് നോക്കുമ്പോൾ വെള്ളം വറ്റിപ്പോയി, അരിയും വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി.
ചൂടില്ലാത്ത വെള്ളം ഒഴിക്കരുത്. കണ്ടോ, ഒട്ടും അടിയിൽ പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ക്യാരറ്റും ഇതിലോട്ടിട്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വിളമ്പാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറ് എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുത്താലും മതി. കഴിക്കുമ്പോൾ മിക്സ് ചെയ്ത് തന്നെ കഴിക്കണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പുലാവാണിത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കുക. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. കൂടെ കഴിക്കാൻ കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അത് സൈഡ് എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ തൈര് വിളമ്പിയാൽ മതി. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.